നമുക്കിനി ഡൽഹി തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് പോകണം. ഇന്ന് അവിടെ പ്രചരണത്തിന്റെ അവസാന ദിവസമാണ്. അവസാന ലാപ്പിൽ ആം ആദ്മിക്ക് തിരിച്ചടി. ഒരു മാസത്തിനടുത്ത് നീണ്ട ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് ഇന്ന് സമാപനം കുറിക്കുകയാണ്. ആം ആദ്മി പാർട്ടിയും ബി.ജെ.പിയും കോൺഗ്രസും ഏറ്റുമുട്ടുന്ന ഡൽഹിയിൽ വാശിയേറിയ പ്രചരണമാണ് നടക്കുന്നത്. ഭരണ തുടർച്ചയ്ക്ക് ആം ആദ്മി വോട്ട് ചോദിച്ചപ്പോൾ അഴിമതി ആരോപണങ്ങളും നേതാക്കൾ ജയിലിൽ പോയതും ബി.ജെ.പിയും കോൺഗ്രസും ആയുധമാക്കി. യമുനയിലെ വിഷാംശ പരാമർശവും എം.എൽ.എമാരുടെ രാജിയും ഏറ്റവും ഒടുവിൽ രാഷ്ട്രീയ കോലാഹലം സൃഷ്ടിച്ചു. മറ്റന്നാളാണ് വോട്ടെടുപ്പ്. ആർ രാകേഷ് വിവരങ്ങൾ പങ്കുവെക്കും. രാകേഷ്, ഏറ്റവും ഒടുവിൽ ഇന്നലെ നരേന്ദ്രമോദിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിൽ. ബജറ്റ് തന്നെയാണ് അദ്ദേഹം പ്രധാനമായും പ്രസംഗത്തിൽ ഊന്നി പറഞ്ഞത്. ബജറ്റ് എങ്ങനെ ഡൽഹി നിവാസികൾക്ക് പ്രയോജനപ്രദമാകുമെന്ന കാര്യം. ഏറ്റവും ഒടുവിൽ ബി.ജെ.പി ഇറക്കുന്ന തുറുപ്പ് ചീട്ടും അത് തന്നെ ആവുകയല്ലേ? അതേ രഞ്ജിത്ത്, കാരണം വാശിയേറിയ പ്രചാരണ കാലത്തിനാണ് ഇപ്പോൾ ഇന്ന് അവസാനമാവുന്നത്. കാരണം ആദ്യഘട്ടത്തിലൊക്കെ തന്നെ അഴിമതി ആരോപണങ്ങളായിരുന്നു ആം ആദ്മി പാർട്ടിക്കെതിരെ ആയുധമാക്കിയത് ബി.ജെ.പിയും കോൺഗ്രസും. പ്രത്യേകിച്ച് കഴിഞ്ഞ ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വരുന്നത് അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുടെ പേരിലാണ്. പക്ഷേ അതിനുശേഷം ഈ കഴിഞ്ഞ നാളുകളിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തന്നെ ജയിലിൽ പോകുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ മദ്യനയ അഴിമതി, ഒപ്പം തന്നെ ശീഷ്മൽ വിവാദം, ഇതൊക്കെ തന്നെ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ബി.ജെ.പിയും കോൺഗ്രസും കളം പിടിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ആം ആദ്മി പാർട്ടി പതിവ് പോലെ തന്നെ ജനങ്ങൾക്ക് സൗജന്യ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് അങ്ങനെ ജനക്ഷേമ പ്രഖ്യാപനമൊക്കെ നടത്തിക്കൊണ്ട് കേജ്രിവാൾ പിന്നീട് കളം പിടിക്കുന്നതാണ് കണ്ടത്. ഏതായാലും ആദ്യഘട്ടത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങൾ വരെ ആം ആദ്മി പാർട്ടിക്കൊരു മേധാവിത്വം ഉണ്ടായിരുന്നു. പക്ഷേ ബജറ്റ് പ്രഖ്യാപനത്തോടുകൂടി ബി.ജെ.പി വലിയ പ്രതീക്ഷ ഇപ്പോൾ പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം പരമാവധി സീറ്റുകൾ നേടാൻ കഴിയുമെന്ന പ്രതീക്ഷ ബി.ജെ.പി ഈ ഘട്ടത്തിൽ പങ്കുവെക്കുകയാണ്. പ്രത്യേകിച്ച് മധ്യവർഗം ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് ഡൽഹി. അപ്പോൾ അവിടുത്തെ വോട്ടുകൾ അനുകൂലമാകുന്ന പ്രതീക്ഷ അവർക്കുണ്ട്. പ്രത്യേകിച്ച് ആദായ നികുതി ഇളവ്, അതിൽ തന്നെയാണ് ബി.ജെ.പി പ്രതീക്ഷ വയ്ക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിനെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ പ്രചാരണമെങ്കിൽ ബി.ജെ.പിയുടെ സ്റ്റാർ ക്യാമ്പയിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. കാരണം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ബി.ജെ.പി പ്രഖ്യാപിച്ചിട്ടില്ല. 2015 തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായാണ് ബി.ജെ.പി തെരഞ്ഞെടുപ്പിലേക്ക് പോയതെങ്കിൽ മോദിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് പ്രചാരണം. ഏതായാലും ബജറ്റിലെ നികുതി ഇളവ് അത് തന്നെയാണ് പ്രധാന പ്രചാരണ വിഷയമാക്കി ബി.ജെ.പി ഉന്നയിച്ചത്. നരേന്ദ്രമോദി തന്നെ ഇക്കാര്യം പറയുകയും ചെയ്തു. പ്രത്യേകിച്ച് ഡൽഹിയിൽ വസന്തത്തിലേക്ക് ഡൽഹിയുടെ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഡൽഹിയിൽ വോട്ടെണ്ണി കഴിയുമ്പോൾ ഡൽഹിയിൽ പുതിയ വസന്തം വരും, ബി.ജെ.പി അധികാരത്തിൽ വരും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഏതായാലും വലിയ വിവാദങ്ങളിലൂടെ ഇത്തവണയും തെരഞ്ഞെടുപ്പ് പ്രചാരണം കടന്നുപോയി. കാരണം യമുന നദി അടക്കം വലിയ ചർച്ചയാവുകയും ചെയ്തു. കാരണം വിഷാംശ പരാമർശമാണ്. അത് പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടുകയും കേജ്രിവാൾ തന്നെ നേരിട്ട് ഹാജരാകേണ്ടി വരികയും ചെയ്തു. ഏറ്റവും ഒടുവിൽ എം.എൽ.എമാരെ അടർത്തി മാറ്റിക്കൊണ്ട് 8 എം.എൽ.എമാരെ ഒറ്റയടിക്ക് അടർത്തി മാറ്റിക്കൊണ്ട് ഒരു രാഷ്ട്രീയ നീക്കം ബി.ജെ.പി നടത്തുകയും ചെയ്തു. അങ്ങനെ വിവാദങ്ങളിലൂടെയാണ് കടന്നുപോയത് ഡൽഹിയിലെ പ്രചാരണകാലം. ഇന്നേതായാലും വൈകിട്ട് പ്രചാരണം അവസാനിക്കുകയാണ്. ഇന്ന് നേതാക്കളൊക്കെ തന്നെ അരവിന്ദ് കെജ്രിവാളൊക്കെ തന്നെ സ്വന്തം മണ്ഡലത്തിൽ റോഡ് ഷോ നടത്തിയും പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ടും വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ഒപ്പം ഈ ഇന്നലെ നരേന്ദ്രമോദി നടത്തിയ ഡൽഹി പ്രസംഗം തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട അതിൽ ഡൽഹിക്കാർക്ക് വേണ്ടിയാണ് ബജറ്റ്, ഡൽഹി നിവാസികൾക്ക് ബജറ്റ് ഗുണം ചെയ്യുമെന്നൊക്കെ പറഞ്ഞതിനെ ഇന്നിപ്പോൾ രാവിലെ നമ്മൾ മാധ്യമങ്ങൾ കാണുമ്പോൾ, പത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് ചട്ടത്തിന്റെ ലംഘനമാണ് എന്ന തരത്തിലും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് വേളയിൽ ഇത്തരം കാര്യങ്ങളൊന്നും പരാമർശിക്കരുത് എന്നും പ്രധാനമായും തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശമുള്ളതാണല്ലോ. ആ തരത്തിലുള്ള നീക്കങ്ങൾ എന്തെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നുണ്ടോ? ഒരു പരാതിയായോ മറ്റോ ഇക്കാര്യം കമ്മീഷന് മുന്നിൽ എത്തിയിട്ടുണ്ടോ? നിലവിൽ പരാതികളുമായി പോയിട്ടില്ല പാർട്ടികൾ. ഒരുപക്ഷെ ഇന്ന് അത്തരം നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കമ്മീഷന്റെ നിർദ്ദേശം ഏതായാലും ഉണ്ടായിരുന്നു. ഡൽഹിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഡൽഹി പരാമർശിച്ചുകൊണ്ട് പ്രഖ്യാപനങ്ങൾ നടത്തരുതെന്ന് വോട്ടെടുപ്പ് പ്രഖ്യാപിക്കുന്ന ദിനത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചതാണ്. പക്ഷേ ഈ ആദായ നികുതി ഇളവൊക്കെ തന്നെ അത് പൊതുവായ കാര്യങ്ങളാണ്. സ്വാഭാവികമായും ഡൽഹിയിൽ അത് പ്രകടമാകുമെങ്കിൽ പോലും ഡൽഹിയുടെ ആയി കൂട്ടാൻ കഴിയില്ല. പക്ഷേ മോദിയുടെ നേരത്തെ പരാമർശത്തിനെതിരെ വലിയ വിമർശനം ഏതായാലും പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ കണ്ട ഏറ്റവും ജനകീയ ബജറ്റുകളിൽ ഒന്ന് എന്ന് പറയുകയും ചെയ്തു. ഡൽഹിക്കാർക്ക് വലിയ തോതിൽ ഗുണം കിട്ടുന്ന ബജറ്റ് എന്നടക്കമുള്ള പരാമർശങ്ങളും ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ ഒരു നീക്കം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഈ അവസാന ദിവസം ഒരുപക്ഷെ ആ വിഷയമായിരിക്കും കത്തിക്കയറാൻ സാധ്യത. അല്പസമയത്തിന് തന്നെ ഒരുപക്ഷെ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകാനും സാധ്യതയുണ്ട്.